ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗതാഗത മന്ത്രിയും പത്തനാപുരത്തിൻ്റെ MLA ശ്രീ ഗണേഷ് കുമാർ സാറിനെ കുറിച്ചാണ്. സാറിന് ഈ പെണ്ണ് വീക്കൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളതും അതുതന്നെയാണ്. സാറിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി, ആദ്യ ഭാര്യ, പുള്ളിക്കാരി ഗണേഷ് കുമാറിൻ്റെ 2 കരണത്തും അടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വൈറലായിരുന്നു അന്നത്തെ കാലത്ത്. അടി കൊടുത്തിട്ടാണ് അവർ ആ ബന്ധം ഉപേക്ഷിച്ച് പോയത്. ഒരു അവിഹിത ബന്ധം പറഞ്ഞിട്ടാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു അവിഹിത ബന്ധം അവർ കൈയോടെ പിടിച്ചിട്ടാണ് അന്ന് ഈ അടിയും കൊടുത്ത് ഗണേഷ് കുമാറിനെ ഒഴിവാക്കി അവർ ഡിവോഴ്സ് മേടിച്ച് പോയത്. രണ്ടാമത് ഗണേഷ് കുമാർ വേറെ കല്യാണം കഴിച്ചിരുന്നു. ഇപ്പോൾ താണ്ട് രണ്ടാമത് ഗണേഷ് കുമാർ പിന്നെയും ഒരു അവിഹിത ബന്ധം പറഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാര്യയും സ്റ്റേഷനിൽ കൊട്ടാരക്കര പത്തനാപുരം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് സുരക്ഷ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ സുരക്ഷ കിട്ടാൻ? ഗണേഷ് കുമാർ അല്ലേ മന്ത്രി? ഒന്നാലോചിച്ച് അന്നേരം അവരുടെ ഭരണത്തിലെ പോലീസുകാരെന്തോ ചെയ്യാനാ? ഈ ഭാര്യ, രണ്ടാം ഭാര്യ ചെന്ന സമയത്ത് ഈ അവിഹിതമായി പഴയ അവിഹിതം തന്നെയാണ് ഗണേഷ് കുമാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വെച്ച് കാണുകയും അതൊക്കെ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ രണ്ടാമതും ഇതേ സെയിം കേസിൽ പെണ്ണേഴ്സ് വന്നത്. നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഗണേഷ് കുമാറിന് ഭയങ്കര PR വർക്കൊക്കെ നടക്കുന്നുണ്ട്. കാര്യം ഗണേഷ് കുമാർ റോഡ് പണിയും പാലം പണിയും, അങ്ങനെ റോഡ് പണിയും പാലം പണിയും എന്തോ ആയിക്കോട്ടെ, ഇവനെ പോലെയൊക്കെയുള്ള പെണ്ണ് കേസ് കേട്ട് നടക്കുന്ന ഈ വായി നോക്കിയൊക്കെ MLA ആയിട്ട് തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കുന്ന നമ്മളെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ ഗണേഷ് കുമാർ സിനിമയിലൊക്കെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അയാൾ സിനിമാക്കാരനായതുകൊണ്ടും ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകനായതുകൊണ്ടൊക്കെയാണ് MLA ആയി മന്ത്രിയായൊക്കെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ തോന്നിവാസം കാണിച്ച് നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ വായി നോക്കിയൊക്കെ പത്തനാപുരം ജയിപ്പിക്കാതെ നല്ല നല്ല ആൾക്കാരെ ജയിപ്പിച്ചു വിടാൻ അവിടുത്തെ ജനങ്ങൾ പരമാവധി എന്താ പറയണ്ടേ, അവരുടെ വോട്ടവകാശം ഉപയോഗിക്കുക. ഇവനെപ്പോലെ പെണ്ണ് പിടിച്ച് കിടക്കുന്ന ചെറ്റത്തരം കാണിച്ച് കിടക്കുന്ന ആളുകളെയൊക്കെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടാതെ ഇനിയെങ്കിലും പറ്റിയതോ പറ്റി, ഇനിയെങ്കിലും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതെ നോക്കുക. പത്തനാപുരത്തെ MLA ഗണേഷ് കുമാർ മാത്രമല്ല, ഈ 140 നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലെ ഉടായ്പ കാണിക്കുന്ന, തെമ്മാടിത്തരം കാണിക്കുന്ന, തന്തലാഴി കാണിക്കുന്ന ഒരുപാട് MLA-മാരായതിനു ശേഷം മന്ത്രിമാരായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി നല്ല നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ പരമാവധി ശ്രമിക്കുക. ഗണേഷ് കുമാറിൻ്റെ വിലാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയല്ലേ, അതിന് പിന്നെ എന്ത് തന്തലാഴിയും കാണിക്കാം. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നോക്കിയും കണ്ടും വോട്ട് ചെയ്ത് നല്ല നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഈ കേരളത്തിന് വേണ്ടിയിട്ട് വിടുക നിയമസഭയിലേക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.